നമ്മുടെ ചുറ്റുമുള്ള ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വന്തം ബർത്ത്ഡേ എന്ന് പറഞ്ഞാല് അവർക്ക് അതൊരു വലിയ ഉത്സവമാണ്. ബലൂൺസ്, കേക്ക്, ഫോട്ടോഷൂട്ട്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ്, പിന്നെ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന പ്ലാനുകള്, ഒരു വലിയ ബഹളം തന്നെയായിരിക്കും. എന്നാല് ഇതിന് നേരെ ഓപ്പോസിറ്റായ മറ്റൊരു കൂട്ടരുണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പോലും ആഗ്രഹിക്കുന്ന ആളുകള്. സാധാരണ ഒരു ദിവസം പോലെ ജോലിക്ക് പോകാനും തനിക്കിന്ന് ജന്മദിനമാണെന്നുള്ള കാര്യം പോലും മറന്നു പോകാനും ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. ഇവിടെയാണ് രസകരമായിട്ടുള്ള ഒരു കാര്യമുള്ളത്. ഈ 2 രീതിയിലുള്ള ആളുകളും നോർമൽ തന്നെയാണ്. പക്ഷേ അവർ ഈ ബർത്ത്ഡേ ഡീൽ ചെയ്യുന്ന രീതി നോക്കിയാല് അവരുടെ വ്യക്തിത്വം, സമയം, സോഷ്യൽ എനർജി ഇതിനെയൊക്കെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങള് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിനിടയിൽ നിൽക്കുന്ന വേറൊരു വിഭാഗം ആളുകളുണ്ട്. സത്യത്തില് അവർക്ക് വലിയ ആഘോഷങ്ങളൊന്നും വേണ്ട. പക്ഷേ ആഘോഷിക്കാന് അവര് നിർബന്ധിതരാവുകയാണ്. വീട്ടുകാരുടെ നിർബന്ധം, സുഹൃത്തുക്കളുടെ സ്നേഹം, സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് ഇവരെയൊന്നും വിഷമിപ്പിക്കണ്ട എന്ന് കരുതി മാത്രം ആഘോഷങ്ങളിൽ പങ്കുചേരുന്ന ആളുകൾ. ഇവിടെയാണ് യഥാർത്ഥ ബർത്ത്ഡേ മെന്റൽ പ്രഷർ വരുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. എന്തിനാണ് ചിലര് വലിയ ആഘോഷങ്ങൾ ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് മറ്റു ചിലര് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്? എല്ലാത്തിനും ഉപരി എനിക്കിതൊന്നും വേണ്ട, പക്ഷേ ചെയ്തല്ലേ പറ്റൂ എന്ന ആ ഒരു മാനസികാവസ്ഥ, അതിന് പിന്നിലെ സൈക്കോളജി എന്തായിരിക്കും? നമുക്ക് വിശദമായിട്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാം. ആദ്യം നമുക്ക് ഈ ബർത്ത്ഡേ ലവേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അവരെ സംബന്ധിച്ച് ഇതൊരു സാധാരണ ദിവസമല്ല. ഒരു പേഴ്സണൽ ഫെസ്റ്റിവൽ പോലെയാണ് അവരിതിനെ കാണുന്നത്. അറ്റൻഷൻ കിട്ടുക, വിഷ് വരിക, പാർട്ടിയും ഫോട്ടോസും ഒക്കെ ആയിട്ട് ഇന്ന് ഞാൻ സ്പെഷ്യലാണ് എന്ന ആ ഒരു ഫീലിംഗ് അവര് ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. സൈക്കോളജിക്കലി ഇതിനെ നോക്കിയാല് ഇതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇതൊരു സോഷ്യൽ റെക്കഗ്നേഷൻ കിട്ടുന്ന ദിവസമാണ്. ഒരു കുറ്റബോധവും ഇല്ലാതെ മറ്റുള്ളവരുടെ സ്നേഹവും ശ്രദ്ധയും പിടിച്ചുപറ്റാൻ സമൂഹം നമുക്ക് നൽകുന്ന ഒരു പെർമിഷൻ പോലെയാണത്. നമ്മൾ ചോദിക്കാതെ തന്നെ ആളുകൾ മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു, നമ്മളെക്കുറിച്ച് സ്റ്റോറികൾ ഇടുന്നു. ഇത് പലരിലും വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഈ ആളുകൾക്കൊക്കെ പ്രിയപ്പെട്ടവനാണ് എന്നൊരു തോന്നല് അത് നൽകുന്നുണ്ട്. രണ്ടാമത്തേത്, ഇതൊരു ഐഡന്റിറ്റി മൈൽസ്റ്റോൺ ആണ്. പലരും പുതിയ തീരുമാനങ്ങൾ എടുക്കാന് ഈ ദിവസം നല്ല രീതിയിൽ ഉപയോഗിക്കും. പുതിയ പ്രായം, പുതിയ ലക്ഷ്യങ്ങൾ. കഴിഞ്ഞ വർഷം ഞാൻ ഇതൊക്കെ ചെയ്തു. ഈ വർഷം ഇനി ഇതൊക്കെ ചെയ്യണം. അങ്ങനെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നത് പോലെയാണ് അവർക്ക് ഈ ദിവസം എന്ന് പറയുന്നത്. ഇനി മൂന്നാമതെന്ന് പറയുന്നത് ഇതൊരു മെമ്മറി മൊമെന്റ് ആണ്. ആ ഫോട്ടോസും ആഘോഷങ്ങളും ഒക്കെ വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന വലിയ സമ്പാദ്യമാണ്. എനിക്ക് 25 വയസ്സുള്ളപ്പോൾ ഇങ്ങനെയായിരുന്നു ജീവിതം എന്ന് ഓർത്തെടുക്കാനേ അവര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ എനിക്ക് ബർത്ത്ഡേ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവർ കേക്ക് ഇഷ്ടപ്പെടുന്നു എന്നത് മാത്രമല്ല, അവർ ആ റെക്കഗ്നൈസേഷനും ആ മെമ്മറീസും ഒക്കെ വാല്യൂ കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് തികച്ചും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ബർത്ത്ഡേ സ്കിപ്പേഴ്സിനെ കുറിച്ച് നോക്കാം. പാർട്ടികൾ ഇഷ്ടമല്ലാത്ത, ആഘോഷങ്ങൾ പുറത്ത് കാണിക്കാത്ത, ചിലപ്പോൾ സ്വന്തം ബർത്ത്ഡേ ആണെന്ന കാര്യം ആരോടും പറയാത്തവര്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇവർ ഭയങ്കര ബോറിംഗ് ആണെന്നോ അല്ലെങ്കിൽ ഭയങ്കര വലിയ ഗൗരവക്കാരാണെന്നോ ഒക്കെ തോന്നാം. പക്ഷേ ഇതിന്റെ പിന്നിലും കൃത്യമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള പലർക്കും ഒരു ഇന്റേണൽ ലോക്കസ് ഓഫ് ഐഡന്റിറ്റി ഉണ്ട്. അതായത് ഞാൻ ആരാണ്, എനിക്ക് എന്ത് പറയണ്ടേ എന്ന് തീരുമാനിക്കാനേ അവർക്ക് മറ്റുള്ളവരുടെ വിഷ് കിട്ടണമെന്നോ സോഷ്യൽ മീഡിയയിൽ 10 പേര് അറിയണമെന്നോ യാതൊരു നിർബന്ധവും ഉണ്ടായില്ല. പുറമേ നിന്നുള്ള ആ വാലിഡേഷൻ ഇല്ലാതെ തന്നെ അവർക്ക് സ്വയം ഒരു ഉള്ളിലും മതിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഇന്ന് നിന്നെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യം എന്താ? ഇന്നലെ ഇരുന്ന അതേ ആൾ തന്നെയല്ലേ ഞാൻ ഇന്നും എന്ന ചിന്തയാണ് അവരുടെ ഉള്ളിലുണ്ടാവുക. മറ്റൊരു കാര്യം സമയത്തോടുള്ള ഇവരുടെ ഒരു കാഴ്ചപ്പാടാണ്. മറ്റുള്ളവർക്ക് ബർത്ത്ഡേ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണെങ്കിൽ ഇവർക്ക് സമയം എന്നത് ഒരു ഒഴുക്കാണ്. കലണ്ടറിൽ ഒരു ഡേറ്റ് മാറിയതുകൊണ്ട് ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഒന്നും സംഭവിക്കില്ല എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്റെ വളർച്ച ഓരോ ദിവസവും സംഭവിക്കുന്നതാണ്, അല്ലാതെ വർഷത്തിലൊരിക്കൽ മാത്രമല്ല എന്നാണ് ഇവരുടെ ലൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ഡേറ്റിന് അവർ അമിതമായിട്ടുള്ള ഇമോഷണൽ വാല്യൂ കൊടുക്കാറില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് സോഷ്യൽ എനർജി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുക എന്നത് വലിയൊരു പണിയാണ്. വരുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കണം, കോളുകൾ അറ്റൻഡ് ചെയ്യണം, ഫോട്ടോയ്ക്ക് വേണ്ടി ചിരിക്കണം, ഗിഫ്റ്റ് കിട്ടിയാൽ ആവശ്യമില്ലെങ്കിലും സന്തോഷം പ്രകടിപ്പിക്കണം. ഇതൊക്കെ ചെയ്യാന് സത്യത്തിൽ വലിയൊരു എനർജി നമുക്ക് ആവശ്യമുണ്ട്. സോഷ്യൽ എനർജി കുറവുള്ള ആളുകൾക്ക് ഇതൊക്കെ ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിരിക്കും. 50 പേരുടെ കൂടെ ബഹളത്തിനിടയിൽ ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നോ രണ്ടോ പേരുടെ കൂടെ സമാധാനമായിട്ട് ഇരിക്കാനാണെന്ന് എന്നവര് ചിന്തിക്കും. അതിലൊരു തെറ്റുമില്ല. അപ്പോൾ ഇതിൽ ഏതാണ് നല്ലത്? ആഘോഷിക്കുന്നതോ അതോ ആഘോഷിക്കാത്തതോ? സത്യത്തിൽ ഇതൊന്നുമല്ല ചോദ്യം. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണോ? അതോ മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ട് ചെയ്യുന്നതാണോ എന്നാണ് പ്രധാന ചോദ്യം എന്ന് പറയുന്നത്. ഒരാൾക്കൊരു സ്റ്റേജ് കിട്ടുമ്പോൾ ലൈറ്റിന് താഴെ നിൽക്കാനായിരിക്കും ഇഷ്ടം എന്ന് പറയുന്നത്.
വേറൊരാൾക്ക് ജനാൽക്കൽ ഇരുന്ന് ഒരു കാപ്പി കുടിച്ചിട്ട് പുസ്തകം വായിക്കാനായിരിക്കും ഇഷ്ടം എന്ന് പറയുന്നത്. രണ്ടുപേരും ജീവിക്കുക തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ താല്പര്യവും നിങ്ങൾ പുറത്ത് ചെയ്യുന്ന കാര്യവും തമ്മിൽ ഒരു വലിയ ഗ്യാപ്പ് വരുമ്പോഴാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നിങ്ങൾ ഉള്ളുകൊണ്ട് ഒരു നോർമൽ ഡേ ആഗ്രഹിക്കുന്ന ആളാവുകയും എന്നാൽ പുറത്ത് എല്ലാവർക്കും വേണ്ടി ഒരു പാർട്ടി പേഴ്സണായിട്ട് അഭിനയിക്കേണ്ടി വരികയും ചെയ്യുമ്പോഴാണ് ആ ഒരു മെന്റൽ പ്രഷർ ഉണ്ടാവുന്നത്. നമുക്ക് ആ ഒരു മെന്റൽ പ്രഷറിനെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം. കാരണം ഇന്നത്തെ കാലത്ത് പലർക്കും ബർത്ത്ഡേ എന്ന് പറയുന്നത് ഒരു സെലിബ്രേഷൻ അല്ല, മറിച്ചൊരു പെർഫോമൻസ് ആണ്. ഞാൻ ഇന്ന് ഹാപ്പി ആണോ എന്നതിനേക്കാൾ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഹാപ്പി ആണെന്ന് തോന്നുന്നുണ്ടോ എന്നതിനാണ് പലരും പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ കാരണം സോഷ്യൽ മീഡിയ തന്നെയാണ്. ഇന്ന് നിങ്ങളൊരു ബർത്ത്ഡേ പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾ വിഷ് ചെയ്ത സ്റ്റോറി നിങ്ങൾ ഇട്ടില്ലെങ്കിൽ, ആളുകൾ പലതും വിചാരിക്കും. എന്താ ബർത്ത്ഡേ ആയിട്ടൊന്നും ഇട്ടില്ലേ എന്ന് 10 പേര് ചോദിക്കുമ്പോൾ അതൊരു അലകിത നിയമം പോലെ നമ്മുടെ മേൽ വന്ന് വീഴുകയാണ്. സമാധാനമായിട്ട് ഇരുന്ന ഒരു ദിവസമാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇട്ടില്ലെങ്കിൽ അത് സാഡ് ഡേ ആണെന്ന് മറ്റുള്ളവർ കരുതും. അതുകൊണ്ട് തന്നെ പലരും സ്വന്തം മനസ്സിന് വേണ്ടിയല്ല, മറിച്ച് ക്യാമറയ്ക്ക് വേണ്ടി ആഘോഷങ്ങൾ ഡിസൈൻ ചെയ്യുന്നു. നല്ല ലൊക്കേഷൻ, നല്ല പോസ്, പക്ഷെ ഉള്ളിൽ അവരാകെ തളർന്നിരിക്കും. ഈ ഒരു വൈരുദ്ധ്യം വലിയ മാനസിക പ്രഷറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, കുടുംബവും നമ്മുടെ കൾച്ചറുമാണ്. വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ നമുക്ക് ആഘോഷിക്കാം, കേക്ക് മുറിക്കണം, ബന്ധുക്കളെ വിളിക്കണം. ഇതൊക്കെ വീട്ടുകാരുടെ സ്നേഹം കൊണ്ടാവാം അവർ പറയുന്നത്. പക്ഷേ നമ്മുടെ താല്പര്യം അതല്ലെങ്കിൽ നമുക്കിതൊരു വലിയൊരു ഭാരമായിട്ട് തോന്നാൻ തുടങ്ങും. എനിക്ക് സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞാൽ നീ എന്താ ഇങ്ങനെ എന്ന ചോദ്യം വരാൻ തുടങ്ങും. വീട്ടുകാരെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി പലരും ഇതിനൊക്കെ സമ്മതിക്കുകയും ചെയ്യും. പിന്നെ അവിടെ നടക്കുന്നത് ഒരു തരം അഭിനയമാണ്. ഈ ഒരു കുറ്റബോധം, അതായത് നമ്മൾ സന്തോഷിച്ചില്ലെങ്കിൽ അവർക്ക് സങ്കടമാകുന്നോ എന്നൊരു തോന്നല് വളരെ ഹെവി ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. സുഹൃത്തുക്കളുടെ കാര്യവും ഇതേപോലെ തന്നെയാണ്. നിങ്ങൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ പോലും അവരെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടി നിങ്ങൾ അഭിനയിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഉള്ളിൽ ഇതൊന്നും വേഗം കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോഴും പുറത്ത് വലിയ സന്തോഷം കാണിക്കേണ്ടി വരുന്നത് വലിയൊരു സ്ട്രെസ്സാണ്. ഇവിടെയുള്ള പ്രധാന പ്രശ്നം ഹാപ്പിനെസ് ഓൺ കമാൻഡ് ആണ്. അതായത് ബർത്ത്ഡേ ആയതുകൊണ്ട് നീ ഇന്ന് സന്തോഷമായിരിക്കണം എന്ന് ലോകം നമ്മളോട് കൽപ്പിക്കുകയാണ്. നിങ്ങളന്ന് ടയേർഡായിരിക്കാം, വലിയ എന്തെങ്കിലും സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരിക്കും. പക്ഷേ ബർത്ത്ഡേ സ്ക്രിപ്റ്റിൽ അതിന് വലിയ സ്ഥാനമൊന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ചിരിച്ചേ പറ്റൂ. അങ്ങനെ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്താ എനിക്ക് മാത്രം ഇങ്ങനെ, മറ്റുള്ളവരെ പോലെ എനിക്കെന്താ ആവേശം ഇല്ലാത്തതെന്ന് നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങും. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ എനർജി ഈ ഒരു ആഘോഷ മോഡലുമായിട്ട് ഒത്തുപോകുന്നില്ല എന്നത് മാത്രമായിരിക്കും. അതിലൊരു തെറ്റുമില്ല. അപ്പോൾ ബർത്ത്ഡേ ആഘോഷങ്ങളോട് ഒരു വിരക്തി തോന്നുന്നത് തെറ്റാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ നന്ദിയില്ലാത്ത ആളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുള്ള ആളുകളോ ഒന്നും തന്നെയല്ല. നിങ്ങളുടെ ഇമോഷണൽ എനർജി ഉപയോഗിക്കുന്ന രീതി മറ്റുള്ള ആളുകളിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമാണ് എന്നുള്ളത് മാത്രമാണ്. ഒരാൾക്ക് ശ്രദ്ധ കിട്ടുമ്പോൾ എനർജി കൂടും, വേറൊരാൾക്ക് ആ ശ്രദ്ധ എനർജി കുറക്കും. പിന്നെ എങ്ങനെ ഈ മെന്റൽ പ്രഷർ കുറക്കാം എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ വ്യക്തിത്വത്തിന് ചേരുന്ന രീതിയിൽ എങ്ങനെ ഒരു ബർത്ത്ഡേ പ്ലാൻ ചെയ്യാം? ആദ്യത്തെ കാര്യം കമ്മ്യൂണിക്കേഷനാണ്. അവസാന നിമിഷം വരെ മിണ്ടാതിരുന്ന് പിന്നെ എല്ലാവരും കൂടി ആഘോഷിക്കാൻ വരുമ്പോൾ സ്ട്രെസ് അടിക്കുന്നതിനേക്കാൾ നല്ലത് മുൻകൂട്ടി അത് പറയുന്നതാണ്. എനിക്ക് ഈ വർഷം വലിയ ആഘോഷങ്ങളൊന്നും വേണ്ട, നമുക്ക് സിമ്പിളായിട്ടൊരു ഡിന്നർ കഴിക്കാൻ പോകാം എന്ന് നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ വീട്ടുകാരോടൊക്കെ തുറന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഇത് അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, മറിച്ച് നിങ്ങളെങ്ങനെ സ്നേഹിക്കണം എന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. രണ്ടാമത്തത്, സെലിബ്രേഷൻ എന്ന വാക്കിന് നിങ്ങൾ ഇഷ്ടമുള്ള അർത്ഥം നൽകുക. വലിയ ബഹളം മാത്രമൊന്നുമല്ല ആഘോഷം എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് ഒരു നടത്തത്തിന് പോകുന്നത്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സിനിമ കാണുന്നത്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ചെറിയൊരു ഹെൽപ്പ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലിബ്രേഷൻ തന്നെയാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ചേരുന്ന ഒരു ദിവസം നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യുക. അവസാനമായിട്ട് സന്തോഷമായി ഇരുന്നേ പറ്റൂ എന്ന നിർബന്ധം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇന്നൊരു സാധാരണ ദിവസം പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണെന്ന് സ്വയം പറയുക. മറ്റുള്ള മുന്നിൽ ആവേശം കാണിക്കാൻ നിൽക്കാതെ നിങ്ങളുടെ ഉള്ളിലെ സമാധാനത്തിന് പ്രാധാന്യം നൽകണം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ബർത്ത്ഡേ ദിവസം നിങ്ങൾ ആ ദിവസം ജീവിക്കുകയാണോ അതോ മറ്റുള്ളവർക്ക് വേണ്ടി പെർഫോം ചെയ്യുകയാണോ? നിങ്ങൾ ആഘോഷിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്ന് ഉള്ളതുകൊണ്ടാണോ അതോ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണോ? ഇതിന് ശരിയോ തെറ്റോ ആയ ഉത്തരമില്ല. നിങ്ങളുടെ ഉത്തരം എന്താണോ അത് മാത്രമാണ് ശരി. നിങ്ങൾക്ക് പാർട്ടികൾ ഇഷ്ടമാണെങ്കിൽ അത് ഗംഭീരമായിട്ട് ആഘോഷിക്കുക. അതല്ല, സമാധാനമാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ബർത്ത്ഡേ എന്നത് നിങ്ങളുടെ ദിവസമായിരിക്കണം, അല്ലാതെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ഒരു അസൈൻമെന്റ് ആവരുത് ഒരിക്കലും. ഈ വീഡിയോ നിങ്ങൾക്ക് ചില പുതിയ ചിന്തകൾ നൽകിയെങ്കിൽ അത് കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.